എന്നാലും ആ സ്പെയർ കീ ഇവിടെ വെച്ചോ? ജാനകിയല്ലേ ഇത്? ഇവനേതാണ് ഇവൻ? അടുത്ത വെൻസ്ഡേ പാർട്ടിക്ക് നീ ഉണ്ടോ? കഴിഞ്ഞ തവണ തന്നെ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഓവറായിരുന്നു. അടിച്ചോറാക്കിയ നീ മൊത്തത്തിൽ കുഴപ്പിച്ചു. എന്തായിരുന്നു കുഴപ്പിച്ചത് നീ എന്റെ ഭാഗത്തൊരു ഒന്നും പറയണ്ട. എന്നാ ഇപ്പൊ തുടങ്ങിയാലോ? സുഖമായിരിക്കുന്നില്ല. ആ ഫോർസിയിൽ ജാനകി അന്വേഷിക്കണ്ടായിരുന്നു, അങ്ങോട്ട് വേഞ്ചല്ലേ? എന്തിനാ? അവിടെ ഫുഡ് എന്തോ ഉണ്ടാക്കാനാന്ന് തോന്നുന്നു. അതിന് സമയമായില്ലല്ലോ. അവർക്ക് വിശക്കുണ്ടാവുന്നേ, വേഗം ചെന്ന് ചെയ്ത് കൊടുക്ക്. വേഗം ചെല്ലേ ചെല്ലേ. കുഴപ്പമില്ല. അയ്യോ, ഇതൊക്കെ ഫിക്സ് ചെയ്ത് വെക്കണ്ടേ? അത് ഈ കസ്റ്റമേഴ്സ് ഒക്കെ വരുന്ന സ്ഥലമല്ലേ, ആരെങ്കിലും വീണ? പക്ഷെ ഇപ്പൊ ഇവിടെ ആരും വീണിട്ടില്ല കേട്ടോ. ഇതെന്താ ചാടുമ്പോ മണി ശബ്ദം? ഓ, ഇതാണോ? ഞാൻ വിചാരിച്ച് വീണിപ്പെല്ലാം തകർന്നു. ഈ ശബ്ദം എനിക്ക് ഇഷ്ടല്ല. കെട്ടിയിരുന്നു. ഇനി ഈ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ ഞാൻ പ്രത്യേകം പറയണോ? എന്തായി? അവരുണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു. എന്ത് ഫുഡ്? അല്ല, ഉഷാമയുടെ കുട്ടികളും അവരെത്തിയിട്ടില്ലല്ലോ. അവര് സിനിമയ്ക്ക് പോയതാ, ലേറ്റ് ആവും. പേടിക്കണ്ട, ആ കുട്ടി ഒറ്റയ്ക്കല്ല കേട്ടോ. അതെ, ജോലിക്കാർ ലിഫ്റ്റ് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പല തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെന്താ? കെയർ ടേക്കർ ഇവിടുത്തെ ജോലിക്കാരനാ, ഓണറല്ല. കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല. എന്റെ അധികാര പരിധിയിൽ അനാശാസ്യം ഞാൻ അനുവദിക്കില്ല. എന്താണ് തുറക്കാനത്ത താമസം? വൃത്തിയായിട്ടവനെ. No! You scoundrel! This is not the place. നിന്നെ കളിക്കാൻ പറ്റിയ സ്ഥലമുള്ള പാർട്ടി. ഡോർ തുറന്നു. തീർന്നു. ഇനി ഞാൻ ലിഫ്റ്റ് ഉപയോഗിക്കില്ല, താൻ ഉപയോഗിക്കരുത്. ആകാശവാണി കൊച്ചി നിലയം. ഉഷ മാഡം, കണ്ടതും കേട്ടതും. ഒരു മിനിറ്റ്. അന്യന്റെ സ്വകാര്യതയിലേക്കുള്ള മലയാളിയുടെ ഒളിഞ്ഞു നോട്ടം. ചർച്ച നയിക്കുന്നത് GT നന്ദകുമാർ. സത്യത്തിൽ ഇതിന്റെ അടിസ്ഥാനം അടിച്ചമർത്തപ്പെട്ട സഫലമാകാത്ത തീവ്രമായ ആഗ്രഹങ്ങളുടെ പുറത്തുചാടനാണ്. എന്താണ് പ്രൊഫസർ രാധാമണിക്ക് പറയാൻ? മനുഷ്യ മനസ്സിന്റെ ആകുലതകൾ പലപ്പോഴും പലതാണ്. അന്യരുടെ രഹസ്യങ്ങൾ അറിയാനും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ള അടങ്ങാത്ത അഭിനിവേശം ഒരു മനോരോഗമാണ്. ചികിത്സ വേണ്ട മനോരോഗം. ചികിത്സിക്കാൻ എനിക്ക് സൗകര്യമില്ല. പാലൊരു 20 കൂടുതൽ വെച്ചു. തൈര് വേണ്ട. ഇല്ല, മെയിൻ്റെനൻസ് ചാർജ് ആണ് 3 മാസത്തെ പെൻഡിങ് ഉള്ളത്. ഞാൻ നോക്കിയിട്ടുള്ളൂ. ശ്രുതി, ഇന്നലത്തെ റിട്ടേൺ അവിടെ ഇരിപ്പുണ്ട്, നീ എടുത്തു കൊടുക്കണേ. സാറേ, ഗുഡ് മോർണിംഗ്. സാറിന്റെ താക്കോല്. ഗുഡ് മോർണിംഗ് സർ. കളക്ടറും എത്തിയല്ലോ. കിഴക്കമ്പലത്തുള്ള മാത്തച്ചേട്ടന് കൃത്യസമയത്ത് വരാൻ പറ്റുമെങ്കിൽ ഈ തൃപ്പൂണിത്തുറയിന്ന് നിനക്കെന്താ എത്താൻ പറ്റാത്തത്? പേട്ടയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. പേട്ടയും പാട്ടയും ട്രാഫിക് ഒക്കെ മുന്നിൽ കണ്ടിട്ട് നിനക്ക് ഇത്തിരി നേരത്തെ ഇറങ്ങിക്കൂടെ? ഇത്ര തിരക്ക് പിടിച്ച് അങ്ങോട്ട് ചെന്നിട്ട് പട്ടിയാ പിടിക്കാനും കുളിപ്പിക്കാനും അല്ലേ? വെല്ല പോയാ മതി, കാലത്ത് തന്നെ തുടങ്ങിക്കോളൂ ഒരു കെയർ ടേക്കർ സാർ. ഞാഞ്ഞൂളിനും പത്തിയ. അതെ,
സ്റ്റോക്ക് മുഴുവൻ ചെക്ക് ചെയ്ത് വൈകുന്നേരം ഞാൻ എത്തുമ്പോഴേക്കും എല്ലാ കണക്കും എനിക്ക് തന്നിരിക്കണം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ, ഞാൻ വളരെ കച്ചറയാണ്. ഇവിടെ ഇറക്കി വിട്ടോ? അയ്യോ, നശിപ്പിച്ചോളൂ. ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് മാത്രമേ ഞാൻ ഉഷ മാഡത്തിനോട് പറഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം പുള്ളിക്കാരത്ത് ഊഹിച്ചതാവാം. ബാക്കി എന്ത്? എന്തൊക്കെയോ ഈ ആണും പെണ്ണും തമ്മിലെ പ്രേമം എന്നുള്ള സംഗതി മാത്രമല്ല, നല്ല ഒന്നാന്തരം ഫ്രണ്ട്ഷിപ്പും കൊണ്ടു നടക്കാൻ പറ്റും. ആണല്ലേ? പിന്നെ ഒരാൺ സുഹൃത്തിനോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്കൊരു പെൺ സുഹൃത്തിനോട് ഷെയർ ചെയ്യാനായി പറ്റും. എന്തുകൊണ്ടെന്നറിയോ? അവിടെ ഒരു ജെൻഡർ ഈഗോ ഇല്ല. പക്ഷെ അതൊക്കെ മനസ്സിലാവണേല് ലൈഫിൽ അങ്ങനെ ഒരാൾ വേണം. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനെങ്കിലും ഒരു കൂട്ടുകാരി ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് മനസ്സിലാവും. നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ പറഞ്ഞല്ല, കുറച്ചുകൂടി ഒന്ന് ബ്രോഡായി ചിന്തിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചെറുതായി പോകും. മോശമായിപ്പോയി. കുറച്ച് മോശമായി പോയി. മനസ്സിലായല്ലോ അല്ലേ? ആ, നിന്റെ എല്ലാത്തിലും കയറി തലയിടുന്ന വൃത്തിയുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. ഞാനല്ല തലയിട്ടത്, നിങ്ങളാ. ആ, ഞാൻ തലയിടും, എല്ലാത്തിലും തലയിടും. കാരണം ഞാൻ ഇവിടുത്തെ കെയർ ടേക്കറാണ്. ഐ ഡോണ്ട് കെയർ. മുരിങ്ങക്കോലോട് എന്നെ പഠിപ്പിക്കാൻ നോക്കണ്ട. എന്താ പവിയേട്ടാ? എന്താണ് പവിയേട്ടാ? എന്നെ ഒറ്റ കൊടുത്ത യൂദാസേ, യൂദാസി. യെസ്, കം ഇൻ. വാതിൽ തുറന്നിട്ടിരിക്കുക. ആരെ തട്ടണത്? വാതിലടച്ചിട്ടാരാ? ഏയ്, ആരാ പുറത്തൊന്ന് ലോക്ക് ചെയ്തേ? വാലോർക്ക്. ഹലോ, ആരാ പുറത്തൊന്ന് ലോക്ക് ചെയ്തേന്ന്? വാതിൽ തുറക്കാൻ ബ്രോ. അയ്യോ, റിപ്പറോ, എന്നെ കൊല്ലരുത്. അത് ശരി, ആളെ കൊണ്ടൊന്നിക്കാണ് എന്നെ കൊല്ലിക്കാൻ. ബഹളം വെക്കലടാ. ഇവനെ കൊണ്ട് ആ ലോക്കൊന്ന് മാറ്റിച്ചതാ. ഇതെന്താ ലോക്കൊക്കെ മാറ്റിയത്? ആ, നിന്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. എന്തിന്? ഇന്ന് പുതിയ ആള് വരും. പുതിയ ആളാ? ആന്റണി, ആ ബാത്റൂമിന്റെ കഥ കൂടി ഒന്ന് നോക്കിയാല്. ആ പിന്നെ നീ ജോലിക്ക് പോകുമ്പോ ആ പട്ടിയെ കൂട്ടി കെട്ടിയിട്ടേക്കണം. വേറെ ആളുള്ളതാ. ദാ. അല്ല, ഉള്ളോർക്ക് മുഴുവൻ പോയി.